സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്നൊരു ശനിയാഴ്ചയാണ്. ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ശനിയാഴ്ചയായിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം 7 മണിയായി. ഇതുവരെ ഭയങ്കര പ്രൊഡക്റ്റീവായിരുന്നു. കുറേ കാലമായിട്ട് പെൻഡിങ് വെച്ചിരുന്ന കുറേ ക്ലീനിങ് പരിപാടികളൊക്കെ തീർത്തു. പുറത്തെ ഗ്യാരേജ് നമുക്ക് ക്ലീൻ ചെയ്യണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സമ്മറിൻ്റെ അവസാനം തൊട്ട് പറയാൻ വേണ്ടി തുടങ്ങിയതാണ്. പകുതി ക്ലീനിങ് തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ വേസ്റ്റ് കൊണ്ട് കളയാനുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ വേസ്റ്റ് എല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് കൊണ്ട് കളയണമല്ലോ. അപ്പോൾ അങ്ങനത്തെ പരിപാടികളെല്ലാം ചെയ്ത് തീർത്തു. വിഷ്ണു കാറ് പോയി ക്ലീൻ ചെയ്തു. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ മീൽ പ്ലാനിങ് കഴിഞ്ഞു. പിന്നെ എൻ്റെ വിശദീകരിച്ചിട്ടുള്ളൊരു കുളി കഴിഞ്ഞു. പിന്നെ കിച്ചണിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ പുറത്തെടുത്തിട്ട് എൻ്റെ ഒരു മന്ത്ലി വൺസ് ക്ലീനിങ് ഉണ്ടല്ലോ, ആ ഒരു പരിപാടി കഴിഞ്ഞു. അപ്പോൾ 7 മണി വരെ ഇത്രയും പ്രൊഡക്റ്റീവായ ഒരു ശനിയാഴ്ച ഇപ്പം അടുത്തൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതൊന്നുമല്ല കേട്ടോ നമ്മുടെ അപക്ഷയനായിപ്പോയി. പക്ഷെ ഇതൊന്നുമല്ല നമ്മുടെ വീഡിയോത്തെ ഇന്നത്തെ കണ്ടന്റ്. തംബ്നെയിൽ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ക്യാപ്ഷൻ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ 2 മാസം ഞങ്ങളുടെ ജീവിതത്തിൽ, കഴിഞ്ഞ 2 മാസമല്ല, മാർച്ച് ഏപ്രിൽ 2 മാസം നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള 2 മാസമായിരുന്നു. നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മുടെയും അതേപോലെ ഷെറീറിൻ്റെയും കാര്യം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. വിഷ്ണുവിനും ഷെറീറിനും ജോലിയിൽ ചെറിയൊരു ചാലഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. ചാലഞ്ച് എന്ന് ഒറ്റ വാക്കിൽ പറയുന്നതിനേക്കാളും കുറച്ച് വിശദീകരിച്ച് പറയാൻ മാത്രമുണ്ട് കേട്ടോ. ഒരു ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കൊക്കെ ആയ സമയത്ത് തന്നെ വിഷ്ണുവിന് കുറച്ച് സംശയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെ പോക്ക് അത്ര ശരിയല്ലേ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിഷ്ണു നമ്മുടെ സീനിയർ മാനേജ്മെൻറ്റിനോട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഭാഗത്ത് നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ഉണ്ടായത്. കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ലോസ് ഉണ്ട് കമ്പനിക്ക്, പക്ഷേ വരുന്ന മാസങ്ങളിൽ അവർക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ മാർച്ച് 8-ാം തീയതി കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വിഷ്ണുവിൻ്റെ ബർത്ത്ഡേ ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത് അങ്ങനെ സെലിബ്രേഷൻ ചെയ്തായിരുന്നല്ലോ. അതിന് നെക്സ്റ്റ് ഡേ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ മീറ്റിംഗ് വിളിച്ചിട്ട് കമ്പനിയുടെ ആരായിരുന്നു ഓർമ്മയില്ല ആരായിരുന്നു എന്നുള്ളത്. അപ്പോൾ അവർ മീറ്റിംഗ് വിളിച്ചിട്ട് വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം പറയാനുണ്ട്, നമ്മൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യാനായിട്ടില്ല, പക്ഷെ എന്നാലും കമ്പനിയുടെ പോക്ക് അത്ര ശരിയല്ല. സൂൺ കമ്പനി ബാങ്ക്രപ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതൊരു ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് അല്ല, വിഷ്ണുവിൻ്റെ അടുത്ത് ഇപ്പോൾ പറയുന്നേ ഉള്ളൂ. ഇൻ 1 വീക്ക് നമ്മളിത് എല്ലാവരുടെ അടുത്തും പറയേണ്ടി വരും. അപ്പോൾ കമ്പനിയുടെ പോക്ക് അത്ര ശരിയല്ല എന്നുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് വേറെ ജോലി നോക്കുക എന്നുള്ളൊരു കാര്യം കൂടിയാണ് അവർ പറഞ്ഞത്. ഇത് വിഷ്ണുവിനെ പോലെ ഭയങ്കര ജോലിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാൾക്ക് അത്ര ഒരു ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നില്ല. വിഷ്ണു ഭയങ്കര ഡൗൺ ആയിരുന്നു കേട്ട ഉടനെ. ഏകദേശം ഒരു 2-3 ഡേയ്സ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഭയങ്കര ഡൗൺ ആയിരുന്നു. പിന്നെ നമ്മൾ ഡൗൺ ആയിട്ടിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ എത്രയും പെട്ടെന്ന് അടുത്ത ജോലി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ വിഷ്ണുവിൻ്റെ കമ്പനിയിൽ വിഷ്ണുവിൻ്റെ ഒപ്പം തന്നെയാണ് ഷെറീർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഷെറീറിനും സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു. ഷെറീറും ഇപ്പോൾ ഇവിടെ വീട് വാങ്ങി അങ്ങനത്തെ അവസ്ഥയിലാണ്, നമ്മളും ഇവിടെ വീട് വാങ്ങി അങ്ങനത്തെ സിറ്റുവേഷനിലാണല്ലോ. അപ്പോൾ 2 പേരും വർക്ക് ചെയ്യാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് അടുത്ത ജോലി കണ്ടുപിടിക്കുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്യേണ്ടത്. പക്ഷെ കേൾക്കുമ്പോൾ ഈ ഒരു ഭയങ്കര പോസിറ്റിവിറ്റിയോടെ ആൾക്കാരൊക്കെ എടുക്കാൻ പറ്റുമൊന്നുമില്ല. കാരണം ജോലി അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 2-3 ദിവസം വിഷ്ണുവും ഷെറീറും നല്ല ഡൗൺ ആയിരുന്നു. പക്ഷെ 2 പേരും നല്ലോണം ട്രൈ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് അവരധികം വഴിയാൽ തന്നെ 2 പേർക്കും ഇപ്പോൾ ഉള്ളതിനേക്കാളും നല്ലൊരു ജോലിയിൽ അവർക്ക് പോയി ലാൻഡ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ വിഷ്ണുവിന് ഇൻ 3 to 4 വീക്സ് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഷെറീറിന് കുറച്ചും കൂടി ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 6 to 7 വീക്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഷെറീറിനൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഷെറീറിന് 2 ജോലി അടുപ്പിച്ച് കിട്ടി. അതിലിപ്പോൾ ബെറ്റർ ആയിട്ടുള്ളൊരു ജോലി തന്നെയാണ് ഷെറീർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ കണ്ടതാണ് 2 പേരും എത്ര ടെൻഷൻ അടിച്ചു, എത്ര പഠിച്ചു, എത്ര സ്ട്രഗിൾ ചെയ്തു, എത്ര മൈൻഡ് ഫോക്കസ്ഡ് ആക്കിയിട്ട് ജോലി കണ്ടുപിടിക്കാൻ ആ ഒരു ഷോർട്ട് ടേമിനുള്ള അവരെടുത്ത എഫേർട്ട് അപ്രീഷ്യബിൾ ആണ്. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത് ഷെറീറും വിഷ്ണു ഒന്നും ആയിരിക്കില്ല. പക്ഷെ എന്നാലും എൻ്റെ ക്ലോസ് സർക്കിളിൽ നടക്കുമ്പോൾ ഞാൻ കാണുന്നൊരു കാര്യമായിരിക്കുമല്ലോ അത്. അപ്പോൾ എന്തായാലും 2 പേർക്കും ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്ന് ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ആ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷെറീറിൻ്റെ വീട്ടിലോട്ട് പോണത്. നല്ല അടിപൊളി ബിരിയാണി ബീഫ് ഫ്രൈയും കഴിച്ച് വിഷ്ണുവിൻ്റെയും ഷെറീറിൻ്റെയും പുതിയ ജോലി കിട്ടിയ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഷെറീറിൻ്റെ വീട്ടിലോട്ട് പോണത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. ഓക്കെ, സോ വിഷ്ണു പോവാം. ഞാൻ ഇൻട്രോ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനോട് ഞാൻ മുകളിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് പോവാം. ഇവിടെ ഭയങ്കര കാറ്റ്
ബീച്ചിലൊരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ ചില്ലയൊക്കെ ഒടിഞ്ഞു വീഴുന്നു. അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ഗീതുവിൻ്റെ ബാഗ് ഇവിടെ ഇരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അത് കാറിൽ കൊണ്ടുവച്ചാൽ മറക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഗിഫ്റ്റും കൂടെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ കാറിലൊന്ന് വെക്കാം. വിഷ്ണു ഇവിടെ തുറന്നു നോക്കില്ല എന്ന് ഞാൻ വിചാരിക്കണോ. ഞാൻ ഇവിടെ വെക്കാമെന്നാട്ടോ വിചാരിച്ചത്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ വിഷ്ണു ക്ലീൻ ചെയ്ത് കുറേ ഐറ്റം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോവാം. എന്താ ഞാനവിടെ വെച്ചിട്ട് വരാന്ന് ചോദിച്ചു. കാരണം ഗീതുവിന്റെ ബാഗ് കുറെ ദിവസമായി ഇവിടെ ഇരിക്കണം. അത് വെച്ചിട്ട് വരാന്ന് വിചാരിച്ചു. അല്ല പോവല്ലേ. ഞാൻ ഇവിടുന്ന് ഒരു നമ്മുടെ ഇന്ത്യൻ ഇതാണ് സൈഡിൽ വൃത്തിയായിട്ടൊരു കാര്യം. വാട്ട് ഇസ് ദിസ് മാൻ? ഞാനിവിടെ എസ്തെറ്റിക് ആയിട്ടൊരു കാര്യം പറഞ്ഞു വരികയായിരുന്നു. പോയി അതങ്ങോട്ടാ ഫ്ലോ. ഇവിടെ യൂറോപ്പിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ജ്വല്ലറീസ് അതേപോലെ തന്നെ ഇന്ത്യൻ ആക്സസറീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറാണ് എഡോൺ. അവർക്കൊരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈലും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അവരുടെ നിന്ന് 2 ചപ്പൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു ചപ്പലാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നവർക്ക് എഡോൺ നല്ലൊരു സജഷനാണ് കേട്ടോ. ഞാൻ അവരുടെ പ്രൊഫൈലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇൻട്രസ്റ്റ് ഉള്ളവർ കയറി നോക്കാം. നമ്മൾ വീടൊക്കെ പൂട്ടി ഇറങ്ങി. വിഷ്ണു നല്ല സുന്ദര കുട്ടപ്പനായി കണ്ണാടിയൊക്കെ ഇട്ട് കാറ് കയറിയിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഷെറീറിൻ്റെ വീട്ടിലോട്ട് പോവാം. അവിടെ ഗീതുവും ദീപ ചേച്ചി എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 20-22 മിനിറ്റാണ് നമുക്ക് ഇവിടുന്ന് ഷെറീറിൻ്റെ വീട്ടിലോട്ടുള്ള. അങ്ങോട്ട് പോവാം. പക്ഷേ ഞാൻ സൺഗ്ലാസ് എടുക്കാൻ മറന്നു. തൽക്കാലം ഈ ഗ്ലാസ് വയ്ക്കാം. ഇന്ന് രാവിലെ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോക്ക് കാറ്റുണ്ട്, പക്ഷെ നല്ല വെയിലായിട്ടുണ്ട്. രാവിലെ മഴയായിരുന്നു കണ്ടാ പറയില്ല. വിഷ്ണു ബിരിയാണി കഴിക്കാൻ എക്സൈറ്റഡ് ആണോ? ഇന്ന് നമ്മൾ ആഹ്ലാദം പങ്കിടാൻ വേണ്ടി പോവാണ്. വിഷ്ണുവിന്റെയും ഷെറീറിന്റെയും പുതിയ ജോലി സെലിബ്രേറ്റ് ചെയ്യാൻ അല്ലേ? പക്ഷെ നമ്മള് സന്തോഷത്തിന്റെ ഭാഗമാവുന്നുണ്ടല്ലോ. ഇവിടെ സമ്മർ ആയി കഴിഞ്ഞുണ്ടല്ലോ അധികം റോഡും ക്ലോസ് ചെയ്ത് അവര് റോഡിന്റെ കുറെ മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പൊ നമ്മൾ ഒരേ റോഡ് ക്ലോസ് ചെയ്ത സ്ഥലം 3-4 തവണയെ കാണണം. മാപ്പിൽ അത് ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പൊ അവര് നമ്മളെ വീണ്ടും ആ സ്ഥലത്തോട്ടാണ് കൊടുന്നുകൊണ്ടിരിക്കുന്നത്. വിഷ്ണുവിന് ഇങ്ങനെ അത്യാവശ്യം നല്ല ദേഷ്യം വരുന്ന സ്ഥലത്ത് തുടങ്ങിയിരിക്കുന്നു. 20-22 മിനിറ്റാണ് ഷെറീറിന്റെ വീട്ടിലോട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 1 മണിക്കൂർ ആവാനായിട്ടോ. എല്ലാ റോഡും ക്ലോസ്ഡ് ആയിരുന്നു. ഞങ്ങൾ കറങ്ങി 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 ഇപ്പൊ ഒരു 7 മിനിറ്റിലെത്തും എന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ ഉദ്ദേശം ഒരു 7:40 ആകുമ്പോൾ എത്തണം എന്നായിരുന്നു. പെട്ടെന്നാണ് നമ്മൾ എത്താൻ വേണ്ടി പോണം. ഇവിടെ ഫുള്ള് റോഡ് ബ്ലോക്കാടോ. ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കുക. നീ അവിടുന്ന് അവന്റെ വീട്ടിലോട്ട് നേരെ വെച്ചാ പോരായിരുന്നോ? എടാ അവിടുന്ന് അവന്റെ വീട്ടിലേക്ക് വരുന്ന ഫുൾ ടണലും ബ്ലോക്ക്ഡാ. അതും ബ്ലോക്ക്. എനിക്ക് ആ വഴി വരായിരുന്നു. ഞാനിപ്പോ 2 പ്രാവശ്യം ഒരേ സ്ഥലത്ത് തിരിച്ചെത്തി. ഇപ്പൊ ഞാൻ ആംസ്റ്റൽഫീൻ അഡ്രസ് ഇട്ടുകൊണ്ട് വരിക. മാപ്പ് കറക്കിയാലും മാപ്പിന് മനസ്സിലാവുന്നില്ല ബ്ലോക്ക്ഡാന്നുള്ളത്. അതിപ്പോ തന്നെ ചോദിക്കാൻ പാടില്ല വിഷ്ണു. ഞാൻ എന്നോട് അപ്പളേ പറഞ്ഞില്ലേ വിഷു ഈ ഉടായിപ്പ. ഇത്ര നേരം ഞാനിപ്പോ കാര്യമായി ഒളിപ്പിച്ചു കൊണ്ടുവന്ന് റാപ്പ് ചെയ്തിട്ടൊക്കെ എന്തായത് ഓക്കെ. ഇനി പോയി നമുക്ക് ഷെറീറിനെങ്കിലും സർപ്രൈസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നതിന് മുന്നേ അത് വാങ്ങിയ രംഗങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടാലോ. എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാൻ വിഷ്ണുവിനും ഷെറീറിനും വേണ്ടി ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ ഹോഫ്ഡോർപ്പ് സെന്ററും പോവാണ് കേട്ടോ. ഞാൻ വിഷ്ണുവിനോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ഗിഫ്റ്റ് 2 പേർക്കും കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സർപ്രൈസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നല്ലോ 2 പേർക്കും ഇങ്ങനൊരു സിറ്റുവേഷൻ ലൈഫിൽ വന്നത്. അപ്പോൾ അത്ര പ്ലസന്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ല. പക്ഷെ 2 പേരും നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത്. പിന്നെ ഒരുപാട് പഠിച്ചു, ഒരുപാട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. വേറെ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ഇവരുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ കുറെ ടെക്നോളജീസ് അവർ പഠിച്ചു. അങ്ങനെ നന്നായി സ്ട്രഗിൾ ചെയ്ത് പഠിച്ചു തന്നെയാണ് അവർ ഈ ഒരു ഷോർട്ട് ടൈമിൽ 2 പേരും ജോലി കിട്ടിയത്. അപ്പൊ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രഷറും ഉണ്ടായിരുന്നു. ജസ്റ്റ് നമുക്ക് വെറുതെ ജോലി മാറാം എന്ന് നോക്കുകയല്ലോ. ജോലി മാറേണ്ട ഒരു സിറ്റുവേഷനിൽ നന്നായി സ്ട്രഗിൾ ചെയ്ത പ്രഷർ ഹാൻഡിൽ ചെയ്തിട്ട് തന്നെയാണ് അവർ പുതിയ ജോലി കണ്ടുപിടിച്ചത്. അപ്പൊ അത് എന്തായാലും അപ്രീസിയേഷൻ അർഹിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോ ഏറ്റവും വലിയൊരു കാര്യമാണോ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് അനുമോദിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യമൊന്നുമല്ല. കാരണം ഒരുപാട് പേര് ലൈഫിൽ വരുന്നതാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ജോലിക്ക് ബുദ്ധിമുട്ട് വരുന്നത്. പക്ഷെ എന്നാലും നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് വരുമ്പോൾ നമുക്കത് കൂടുതൽ എല്ലാ ആൾക്കാർക്കും ഇമ്പാക്റ്റഡ് ആവും. അവർ ഗോ ത്രൂ ചെയ്ത സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ അത് മനസ്സിലാവുകയും ചെയ്യും.
അപ്പോൾ വിഷ്ണുവിൻ്റെ കാര്യം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഷെറീറിൻ്റെ കാര്യം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. രണ്ടുപേരും പല ടൈമിലും ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും അവരുടെ എന്താ പറയുക അതിന് അവരുടെ ഒരു പ്രയത്നം കൊണ്ട് അവർക്ക് ജോലി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിന് എൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു ഗിഫ്റ്റ് കേട്ടോ, വലിയൊരു ഗിഫ്റ്റൊന്നുമല്ല. ഞാൻ തീരുമാനിച്ചിട്ട് പോലുമില്ല എന്താണെന്നുള്ളത്. എൻ്റെ മനസ്സിൽ പ്ലാൻ ഉള്ളത് ഒന്നെങ്കിൽ ഒരു ഷൂ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഷർട്ട് എന്നുള്ളതാണ്. മേ ബി ഒരു ഓഫീസിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗോ അങ്ങനെ എന്തെങ്കിലും എൻ്റെ ഒരു ബഡ്ജറ്റിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കണം. അപ്പോൾ വലിയൊരു ഗിഫ്റ്റൊന്നുമല്ല, ഒരു കുട്ടി ഗിഫ്റ്റ് നമുക്ക് ഒരുമിച്ച് പോയി അവർക്ക് പറ്റുന്ന, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഗിഫ്റ്റ് കിട്ടുമോ എന്നുള്ളത് നോക്കാട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സെൻട്രം പോവാം. ഇതൊരു ഭയങ്കര പ്ലാനിങ്ങോട് കൂടെ നമ്മൾ വാങ്ങിക്കുന്ന ഒരു ഗിഫ്റ്റൊന്നും അല്ല കേട്ടോ. എനിക്ക് പെട്ടെന്ന് ചെയ്യണമെന്ന് തോന്നിയൊരു കാര്യം നമ്മൾ ഒരുമിച്ച് പോയി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യമായ ക്വസ്റ്റ്യൻസൊന്നും നിങ്ങൾ ചോദിക്കരുത്. ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ, ഇവിടെ മാർക്കറ്റുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഷൂ നോക്കാമെന്നാണ്. ഷൂ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഷർട്ടോ ടീഷർട്ടോ പോയി നോക്കാം. ഞാൻ വളരെ കുറച്ച് മാത്രം കടകളിൽ പോയിട്ട് ഷൂ വാങ്ങിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. പക്ഷെ നമുക്ക് പോയി നോക്കാം. വാൻഹറൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഷൂ നമ്മുടെ ബഡ്ജറ്റിൽ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഭയങ്കര ഹെവി ആയിട്ടുള്ള സംഗതികൾക്കൊന്നും നമ്മൾ പോകുന്നില്ല കേട്ടോ. സമ്മർ ആയതുകൊണ്ട് നമുക്കൊരു ഹാഫ് ഷൂ ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുമെന്ന് തോന്നി. വിഷ്ണു കുറച്ചായിട്ട് വാങ്ങിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരേ മോഡൽ തന്നെ 2 ഡിഫറെൻറ്റ് കളറാണ് നമ്മൾ വിഷ്ണുവിനും ഷെറീറിനും കൂടെ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഏകദേശം ഒരു സൈസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും ബ്രാൻഡ് മാറുന്നതിനനുസരിച്ചിട്ട് ഭയങ്കരമായിട്ട് സൈസ് ഡിഫറൻസ് വരുന്ന ഒരു കാര്യമാണ് ഷൂ. അതുകൊണ്ട് ഞാൻ ബില്ലും കാര്യങ്ങളൊക്കെ പ്രോപ്പറായി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇൻ കേസ് ഇവർക്ക് രണ്ടുപേർക്കും ഷൂ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ സൈസ് ഓക്കെ ആയില്ലെങ്കിലോ ഒക്കെ വന്ന് മാറ്റാമല്ലോ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള 2 ഷൂ. അങ്ങനെ ഷൂ ഒക്കെ വാങ്ങി നമുക്ക് ചെറിയ കുട്ടി ഷോപ്പിങ്ങും കൂടെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെല്ലെ വീട്ടിൽ പോവാം. അങ്ങനെ ഞാൻ ഷൂ ഒക്കെ കൊടുന്ന് കാറിൽ വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് വേറെ കുറച്ച് ചെറിയ കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഡ്രസ്സിങ് റൂമിലോട്ട് ഈ ഒരു സ്റ്റൂള് വാങ്ങി. പിന്നെ എനിക്ക് കിച്ചണിൽ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീഅറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഐറ്റംസും വാങ്ങി. ഇനി നമുക്ക് വീട്ടിൽ പോവാം. വിഷ്ണു കാറ് കഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണേ. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ആ ഷൂ ഒന്ന് റാപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നലെ കൊടുന്ന് ഞാൻ സ്റ്റോർ റൂമിൽ എടുത്ത് വെച്ചതാണ്. ഞാൻ കുളിക്കാൻ കയറുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള അവസ്ഥയാണ് കേട്ടോ. അപ്പോഴാണ് കാറ് കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഫേസ് പാക്കൊക്കെ മുഖത്ത് അങ്ങനെ ഇരിക്കട്ടെ ഒന്ന് റാപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇതേ ഇവിടെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് മെല്ലെ ഷെറീറിന് അങ്ങോട്ട് പോകുമ്പോൾ കാറിൻ്റെ അകത്ത് വെക്കുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ്. നോക്കാം എങ്ങനെ പറ്റും. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഒരു ഷൂ വാങ്ങൽ പ്രഹസനം. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ വീഡിയോയിലോട്ട് പോവാട്ടോ. അങ്ങനെ വിഷ്ണുവിൻ്റെ ഗിഫ്റ്റ് ഞാൻ വിഷ്ണുവിനെ അങ്ങോട്ട് കൊടുത്തു. കാര്യമായി ഞാൻ ഒളിച്ചൊക്കെ പോയി വാങ്ങിച്ചോണ്ട് റാപ്പൊക്കെ ചെയ്ത് വെച്ചതായിരുന്നു. വേണ്ട, അത്ര ബുദ്ധിമുട്ടി കണ്ടുപിടിച്ചാലാണ്ട് വെച്ചോളൂ കയ്യില്. അത് തുറക്കണ്ടാന്ന് ഞാൻ. ഓ ഭയങ്കര ബിരിയാണിയുടെ പണാണല്ലോ. ഭയങ്കര ബിരിയാണിയുടെ പണാണല്ലോ. ആണോ റോസിന് എപ്പ കാണിക്കുമ്പോഴും എന്തെങ്കിലും ഒരു കുക്കിംഗ് സാധനം കയ്യിലുണ്ടല്ലോ. വിഷ്ണു കണ്ടെങ്കിലും ഷെറീറെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഷെറീറെ സർപ്രൈസ് ചെയ്യാൻ പറ്റാൻ നോക്കാം. ഇത് നമുക്ക് അവർക്ക് കൊടുക്കാം. അൻഷിഫയ്ക്ക് അറിയായിരുന്നു കേട്ടോ ഞാൻ ഗിഫ്റ്റ് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം അൻഷിഫയാണ് എനിക്ക് ഷെറീറിന്റെ ഷൂവിന്റെ സൈസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും ലൈഫിൽ ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാരും അത് കൺസിഡർ ചെയ്യുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗ് ആണല്ലേ. അതിപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് തന്നെ ആവണമെന്നില്ല. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ അവരുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ചില വാക്കുകളായി കഴിഞ്ഞാലും അവർക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. കാറിൽ ആദ്യം കൊണ്ടക്കട്ടെ അല്ലെങ്കിൽ മറന്നു പോകുന്ന 200 മീറ്റർ അവിടെ കാറിൽ ഇവിടെ കൊണ്ട് വെക്കുന്നു. അല്ല രണ്ടുപേർക്ക് 2 ഷൂ ആണ്. അതുകൊണ്ട് ആ റാപ്പിൽ ഞാൻ മാർക്കിട്ടായിരുന്നു. ബില്ലൊക്കെ എടുത്തു വെച്ചത് നന്നായില്ലേ? കാരണം രണ്ടുപേർക്കും ചെറുതായിട്ട് ലൂസായിരുന്നു കേട്ടോ ഷൂ. അതുകൊണ്ട് നമുക്കിത് പോയി ചേഞ്ച് ചെയ്യണം. രണ്ടുപേർക്കും ഷൂ ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എന്നാലും സൈസ് ഓക്കെ അല്ല, നമുക്ക് ഒരു സൈസ് ചെറുത് പോയി എടുക്കണം. അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും സന്തോഷ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡിന് ടൈമായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഷെറീറിൻ്റെ വെരി ഫേമസ് ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ. നമ്മുടെ
നമ്മുടെ മെനു ബീഫ് ഡ്രൈ ഫ്രൈ, ചിക്കൻ ഫ്രൈ ഉണ്ട്, കബാബ് ഉണ്ട്, പിന്നെ ബിരിയാണി. ഓ ഡ്രസ് വെച്ചേഴ്സ്. അന്ന് റോസ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് പറ്റിച്ച ഈ വിഷ്ണുവിന്റെ ശബ്ദം കാരണം ഉണ്ടല്ലോ, വിഷ്ണു പറയണപ്പോ കോഴിക്കോട് വെക്കുണ്ടാവും. നെതർലൻഡ്സിൽ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും നമ്മുടെ നാട്ടിനായിട്ട് ഭയങ്കരധികം കണക്ഷൻ തോന്നിക്കുന്ന ഒരു കാര്യം ഷെറീറിൻ്റെ അൻഷിഫയുടെ ഈ ഒരു ബിരിയാണിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. നമുക്ക് നാട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന നല്ലൊരു കിഡ്ലൻ ബിരിയാണിയുടെ ടേസ്റ്റാണ്. അല്ല പ്രതു, പക്ഷെ പുള്ളി വന്നപ്പോ വെട്ടി. ഞാൻ തുടക്കത്തിലൊക്കെ ബിരിയാണി വെക്കുമ്പോൾ അധികം ഫ്ലോപ്പ് ആവാറുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യമായിരുന്നു, ബിരിയാണിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന നെയ്യിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, അതാണ് പകുതി മുക്കാലും ബിരിയാണിയുടെ ടേസ്റ്റ് ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യം. പക്ഷെ ആൻഡ്രിയ അന്ന് കഴിച്ചിട്ട് ഓർമ്മയുണ്ടോ, വാവ് എന്നൊക്കെ ബീഫ് കഴിച്ചിട്ട്. നിങ്ങളല്ലേ പറഞ്ഞ പുള്ളിക്കാരിക്ക് ഫുഡ് അത്ര ഇഷ്ടമല്ല. വളരെ കുറച്ച് മസാല മാത്രമാണ് ഷെറീറും അൻഷിഫയും ബിരിയാണി കുക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കാറ് കേട്ടോ. 2-3 പാത്രത്തിൽ ദം ചെയ്യാൻ വേണ്ടി പോവാണ്. പോയി ആ ഫ്ലോ അങ്ങോട്ട് പോയി. 2 പാത്രത്തിൽ ദം ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് അൻഷിഫയുടെ ബിരിയാണി ചെമ്പാണ് കേട്ടോ. അപ്പൊ നമ്മള് ഈ ഒരു കുക്കർ പോലെയുള്ള 3 എണ്ണത്തിൽ ബിരിയാണിയുടെ അരി ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അൻഷിഫ പറഞ്ഞല്ലേ? അത് 2 ആണോ? 3. പക്ഷെ നമ്മളിന്ന് കുറച്ച് എക്സ്ട്രാ ഉണ്ടാക്കുന്നതുകൊണ്ട് 2 മിനിറ്റ് തമ്മിൽ അതിന് എക്സ്ട്രാ ഉണ്ടാക്കുന്ന അടിച്ചു കയറിയതല്ലേ. നീ റൈസ് ഉണ്ടാക്കിട്ട് ഫ്രിഡ്ജിൽ വെച്ചോ? അവിടെ മാറ്റി വെച്ചോ. ഞാൻ നോക്കിയപ്പോ സൈഡിലൊരു സാധനം, നമ്മുടെ സവാളക്കൊക്കെ ഭയങ്കര പ്രൊമോഷൻ കൊടുത്തിരിക്കുകയാണ് സൈഡില്. ദീപ ചേച്ചിയും ദിബിൻ ചേട്ടനും കൂടെ നമ്മളെ ജോയിൻ ചെയ്യാനുണ്ട്. ഇന്ന് ഈവനിങ് അവർക്ക് ശിവനൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ ബാർബിക്യൂ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അവർ ഇങ്ങോട്ട് വരികയെന്നാ പറഞ്ഞത്. നമ്മുടെ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റോസ് ഇവിടെ ആരൊക്കെ വേണ്ടത്ത സോസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയും നല്ല ബിരിയാണി ഉള്ളപ്പോ കബാബ് അധികം ആൾക്കാർ മൈൻഡ് ചെയ്യുന്നില്ല. അതാണ് വിശപ്പെങ്ങാനും പോയാൽ ഇക്കിളി മോൺസ്റ്റർ പോയി. ബാറ്ററി ഇക്കിളി മോൺസ്റ്റർ രാവിലെ വരെ ഇക്കിളി മോൺസ്റ്റർ വേണ്ടി വരും. ഇക്കിളി മോൺസ്റ്റർ എന്നുള്ളത് ഞാൻ ഇവരോടൊപ്പം കളിക്കുന്ന ഒരു ഗെയിമാണ് കേട്ടോ. ഞാൻ തലയിൽ കൂടെ ഒരു ബ്ലാങ്കറ്റ് ഇടും, എന്നിട്ട് കിട്ടുന്നവരെല്ലാം പിടിച്ച് ഇക്കിളിയാക്കും. അത് ഞാൻ നെയ്ത്തം തൊട്ടിട്ട് എല്ലാവരുടെ ഒപ്പം കളിക്കുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം റോഹിയുടെ ഒപ്പം സ്റ്റീവിൻ്റെ ഒപ്പം കളിച്ചായിരുന്നു. അത് വീണ്ടും വീണ്ടും കളിക്കാൻ വേണ്ടി അവരെന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ എന്താണ് ബിരിയാണി റെസിപ്പി ഷെയർ ചെയ്യുന്നത്? നമുക്ക് എന്താണ് സെറ്റ് ചെയ്യാം നെക്സ്റ്റ് വീക്ക്. ഇന്ന് നേരത്തെ വന്നോണ്ടായിരുന്നു. ശരി, എന്ത് കുറച്ച് നേരത്തെ വന്നാൽ മതിയായിരുന്നു അല്ലേ? ഞങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുക. നീ എന്താ വിഴുങ്ങിയത്? ഞാൻ സൗകര്യം പോലെ, അതായത് അൻഷിഫയ്ക്കും ഷെറീറിനും സൗകര്യമുള്ളത് പോലെ നമ്മൾ ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി ഷെയർ ചെയ്യുന്നതാണ്. ഒരു വീക്കെൻഡ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവരുടെ അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിയിൽ നിന്ന് നല്ല കിഡ്ലൻ വ്യൂ ആണ് കേട്ടോ. എനിക്ക് പിന്നെ ബാൽക്കണി എന്നും ഒരു വീക്ക്നെസ് ആണ്. എനിക്ക് സമ്മറൊക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അതിവിടെ വീഡിയോ എടുത്തില്ല, മനസ്സിലാക്കണം. ഇവിടെ പണിയെടുക്കുന്ന കുറച്ച് വീഡിയോ നീ അല്ല, മറ്റേ നമുക്ക് ഗസ്റ്റ് ഉണ്ടായ വീഡിയോയില് അഞ്ചിയുടെ പണി കാരണം ഞാൻ എന്റെ പണി കുറച്ച് എവിടേക്കൊക്കെ ചെയ്യുന്ന ഞാൻ കുത്തി കയറ്റിയത്. അന്ന് ഞാൻ കാണല്ലോ. ഞാൻ അതിന്റെ അടിയിൽ ഒരു കമന്റ് ഇടുന്നുണ്ട്. വെരി ഫേമസ് ചിക്കൻ ഫ്രൈ വീണ്ടും ഇവിടെ ഷെറീർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ് ഫേമസ്. പക്ഷെ ഇതൊരു പൊളി സാധനം തന്നെയാണ് കേട്ടോ. എന്താ ചെയ്യാ? ഹലോ, ചിക്കൻ ഫ്രൈഡ് റെസിപ്പി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാൻ മാത്രമൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ പൊടികളാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നതെന്ന്. എന്നിട്ട് 1-2 പേരൊക്കെ ട്രൈ ചെയ്ത് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളി ഫീഡ്ബാക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവരുടെ ചിക്കൻ ഫ്രൈ. ഭയങ്കര ഡീപ്പ് ഫ്രൈഡ് ആയിട്ട് നമ്മുടെ നാട്ടിലെ ടേസ്റ്റുള്ള അതേ ചിക്കൻ ഫ്രൈ ആണ് ഷെറീർ ഉണ്ടാക്കാറ്.
അടുക്കളയിലെ കുക്കിംഗ് ഒക്കെ ഏകദേശം തീർന്നായിരുന്നു. അതിനുശേഷം കുറച്ച് നേരം പിള്ളേരുടെ ഒപ്പമൊക്കെ കളിച്ചപ്പോക്കെ ദീപ ചേച്ചിയും ദിബിൻ ചേട്ടനും ഇവിടെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ദീപ ചേച്ചി അൻഷിഫയുടെയും ഷെറീറിൻ്റെയും പുതിയ അപ്പാർട്ട്മെന്റിൽ വരുന്നത് കേട്ടോ. അതുകൊണ്ട് പൂക്കളൊക്കെ ആയിട്ടാണ് രണ്ടുപേരും ദേ ഇവിടെ എത്തിയിട്ടുള്ളത്. എന്റെ വീട്ടിൽ വരാറുണ്ടല്ലോ, പൂവൊന്നും തരാറില്ലല്ലോ. ഈ ലാഗ് വന്ന ഫസ്റ്റ് ടൈം വന്നപ്പോ തന്നു. എനിക്ക് പിള്ളേരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും അവരുടെ ഒപ്പം കളിക്കാനും വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ പറ്റി ഞാൻ ചിന്തിക്കും, എനിക്ക് വലിയ ആൾക്കാരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും വളരെയധികം എഫേർട്ട്ലെസ് ആയിട്ടും ഈസി ആയിട്ടും എനിക്ക് പറ്റുന്നതാണ് പിള്ളേരുടെ ഒപ്പം കളിക്കാനും അവരുടെ ഒപ്പം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പം ഞാനിപ്പോൾ ശിവിൻ്റെ ഒപ്പം സ്റ്റീവിൻ്റെ ഒപ്പം റൂഹിയുടെ ഒപ്പം ഓരോ ഗെയിംസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് അടുക്കളയിൽ വന്നപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കഴിച്ചില്ലെങ്കിൽ ഒന്നും കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം എല്ലാവർക്കും മെയിൻ കോഴ്സായിട്ട് ബിരിയാണി ഉള്ളതുകൊണ്ട് ചിക്കൻ ഫ്രൈ എല്ലാവരും ഒരു സ്റ്റാർട്ടറായിട്ടാണ് കാണുന്നത്. അപ്പോൾ ചൂട് മാറുന്നതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാവരും കഴിച്ചു തുടങ്ങുന്നുണ്ടായിരുന്നു. കാണുമ്പോൾ നമുക്ക് തോന്നും എന്തോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുകയെന്ന്. കാര്യമായിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. എങ്ങനെയാണ് എനിക്കിട്ട് പണി തരാൻ പറ്റുന്നതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് രണ്ടുപേരും കൂടെ ആഞ്ഞൊന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവിടെ ക്യൂട്ടായിട്ടുള്ളൊരു സീൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. സ്റ്റീവ് എന്തോ ചെറിയൊരു വികൃതി കാണിച്ചു കഴിഞ്ഞപ്പോൾ വിഷ്ണു കനത്തൊരു നോ പറഞ്ഞു. ആ നോല് സ്റ്റീവിൻ്റെ ഹൃദയം തകർന്നു പോയി. നമ്മളിവിടെ എല്ലാവരും പൊതുവേ പറയാറുള്ള കാര്യമാണ്, പിള്ളേരെയായിട്ട് എന്തെങ്കിലും ഇങ്ങനൊരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം അത് സോൾവ് ചെയ്യണം എന്നുള്ളത്. കാരണം നമ്മൾ ചിലപ്പോൾ അത് വിട്ടുപോകും, പക്ഷേ ചെറിയ പിള്ളേരുടെ മനസ്സിലുണ്ടല്ലോ അത് അങ്ങനെ നിന്ന് പോകും. അതുകൊണ്ട് വിഷ്ണു നല്ല എഫേർട്ട് എടുത്തിട്ട് സ്റ്റീവിൻ്റെ മനസ്സിലെ വിഷമമൊക്കെ തീർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു മുകളിൽ നല്ല വലിയൊരു ടെറസ് വരുന്നുണ്ട്, അവിടെ കുറച്ച് നേരം പോയി നമുക്കൊന്ന് എൻജോയ് ചെയ്യാമെന്ന്. പക്ഷെ നമ്മളവിടെ എത്തിയപ്പോഴൊക്കെ ഉണ്ടല്ലോ നല്ല കിടലൻ മഴയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം അവിടെ നിൽക്കാനായിട്ടൊന്നും പറ്റിയില്ല. എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്നൊരു കാര്യമാണ് നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ മേലിലോട്ട് ഇങ്ങനെ ചെറിയ മഴത്തുള്ളികൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് വീഴില്ലേ, അതെനിക്ക് തീരെ ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും ഞാൻ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ ഒരു 5 മിനിറ്റ് തന്നെ താഴെ വീട്ടിലെത്തിയായിരുന്നു കേട്ടോ. ബാക്കി എല്ലാവരും കുറച്ച് നേരം കൂടെ അവിടെ എൻജോയ് ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്ന ഉടനെ നമ്മളിവിടെ ബീഫ് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണിയുടെ ഒപ്പം നമുക്ക് ബീഫ് ഡ്രൈ ഫ്രൈയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഷെറീർ നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുന്നേ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് പെപ്പറൊക്കെ ഇട്ട് ഇങ്ങനെ വഴറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അൻഷിഫി ഷെറീറും വന്ന ഉടനെ തന്നെ, അതായത് നെതർലൻഡ്സിൽ വന്ന ഉടനെ ഇത്ര കിഡ്ലൻ കുക്കൊന്നും ആയിരുന്നില്ല കേട്ടോ. അവർ ഒരുപാട് കുക്ക് ചെയ്താണ് അവരിപ്പോൾ ഭയങ്കര എക്സ്പേർട്ട് കുക്കായിട്ടുള്ളത്. പിന്നെ വേറെ ഒന്നുമുണ്ട്, എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യും ഷെറീറും അൻഷിഫിയും കുക്ക് ചെയ്യുമ്പോൾ അവരത് കുക്ക് ചെയ്യുന്നത് വളരെയധികം സ്നേഹത്തോടു കൂടെയാണ്. എല്ലാവരും നല്ലോണം കഴിക്കണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹത്തോടു കൂടെയാണ്. അതും ഇവരുടെ ഫുഡിൻ്റെ ടേസ്റ്റ് കൂടാനുള്ളൊരു വലിയ റീസണാണ് കേട്ടോ. എനിക്കുള്ള ബിരിയാണിയാണ് കേട്ടോ ഷെറീർ ഇവിടെ ഭയങ്കര കലാപരമായി വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. പൊതുവേ ബിരിയാണിയിലെ പീസസ് ഒന്നും ഞാൻ അങ്ങനെ അധികം കഴിക്കാറില്ല. എനിക്ക് കുറച്ച് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസാണ് പൊതുവേ ഇഷ്ടം. പക്ഷേ ഇവരുണ്ടാക്കുന്ന ബിരിയാണിയിലുണ്ടല്ലോ ചിക്കനൊക്കെ ഭയങ്കര റൈറ്റ്ലി കുക്ക്ഡാണ്. നമുക്കിങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് ചിക്കനൊക്കെ പൊട്ടിച്ചെടുത്ത് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബിരിയാണി പ്ലേറ്റ്. അടിപൊളിയായിട്ടുള്ളേ ബിരിയാണി ഉണ്ട്, റായ്ത്തയുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ട്, പിന്നെ നാട്ടിൽ നിന്ന് കൊടുന്ന ഒരു നാരങ്ങാച്ചാറും ഉണ്ട്. നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ ഒപ്പം നാരങ്ങാച്ചാറ് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. കുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. വീക്കെൻഡ്സ് അധികം നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു ഫീൽ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് വീക്ക് ഡേ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ഇത് നല്ല അടിപൊളി ഡെസേർട്ട് അൻഷിഫയുടെ ഫ്രണ്ട് മിലു ഉണ്ടാക്കിയതാണ് കേട്ടോ. മിലുവിനെ പറ്റിയിട്ട് അൻഷിഫ് ഒരുപാട് പറയാറുണ്ട് കിഡ്ലൻ കുക്കാണെന്നുള്ളതൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ് മിലു ഉണ്ടാക്കിയ ഒരു ഡെസേർട്ട് കഴിക്കുന്നത്. അടിപൊളിയായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. ഇത് നമ്മുടെ സാധാരണയുള്ളൊരു വീക്കെൻഡാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് എനിക്ക് നിങ്ങളുടെ അടുത്ത് വിഷ്ണുവിനും ഷെറീറിനും ഉണ്ടായ ജോലിയിൽ വന്ന ചാലഞ്ചിനെ പറ്റിയിട്ടൊന്ന് ഷെയർ ചെയ്യണമായിരുന്നു. ഇത് വിഷ്ണുവിനും ഷെറീറിനും എനിക്കും അൻഷിഫയ്ക്കും മാത്രം വരുന്നൊരു കാര്യമൊന്നുമല്ല, ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ പോസിറ്റീവായി എടുത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ പഠിച്ചെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളെല്ലാവരും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം നമ്മളിവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ പോയി. ചെറിയൊരു വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തന്നെ മലയാളി, ടാറ്റാ. ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. ബിരിയാണിയുടെ റെസിപ്പി ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം കേട്ടോ. കുറച്ച് ദിവസമായി ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നു. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇവരുടെ ബിരിയാണി റെസിപ്പി നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും ബൈ ബൈ.